വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ ഹാർട്ട് ഫ്രൈ ആണ്. റെസിപ്പി എല്ലാവരും ഫോളോ ചെയ്യുക. ഏകദേശം 3 കപ്പ് വെള്ളം നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം. അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ്റെ ഹാർട്ട് ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റോളം ഇത് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിക്കുമ്പോഴത്തേക്ക് ഈ ഹാർട്ടിലുള്ള എല്ലാ ഫാറ്റും ഉരുകി ഈ തിളയ്ക്കുന്ന വെള്ളത്തിലാകും. പിന്നീട് ഇത് അരിച്ചെടുക്കുക. ആ വാട്ടർ മുഴുവൻ കളയുക. നമ്മൾ ആ ഹാർട്ട് ഡ്രൈ ആയിട്ടെടുക്കുക. ഇതിലേക്കാണ് നമ്മൾ വീണ്ടും മസാലയെല്ലാം ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഉപ്പിട്ടു, അതിനുശേഷം നമ്മൾ മുളക് പൊടി ആവശ്യത്തിനിട്ടു, അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടിയും കൂടെ ഇട്ടു. മല്ലിപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം ഇത് വെന്തു വരാൻ എത്ര ആവശ്യമുണ്ടോ അത്രയും വെള്ളം ഇതിന് ഒഴിച്ചു കൊടുത്ത് ഒരു അടപ്പും കൊണ്ട് അടച്ച് ഇത് വേവിച്ചെടുക്കുക. ആവശ്യത്തിന് പെരുംജീരകവും ചേർക്കുക. സാധാരണ ഇത് വെന്തു വരാനായിട്ട് ഒരു 30-നും 40-നും ഇടയ്ക്ക് സമയമാണ് എടുക്കുന്നത്. അല്ല എങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിൽ വെച്ച് വേവിക്കാം. ഇതിപ്പം വെന്ത് വെള്ളം മുഴുവൻ പറ്റി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. വീണ്ടും ഒരു ചെറിയ തീയിൽ ഈ ടൊമാറ്റോ നല്ലതായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഇത് വീണ്ടും വേവിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഒരു 90% പറ്റിയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റേജ്, ഒരു പാൻ ചൂടാക്കുക, എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കടുക് ഇടുക. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉള്ളി, കറിവേപ്പില, അതിനുശേഷം പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പേസ്റ്റ് അല്ല ചേർത്തിരിക്കുന്നത്, ഞാൻ ചോപ്പ് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. പേസ്റ്റ് ചേർക്കേണ്ടവർക്ക് അത് ഓപ്ഷണലാണ്. ഇതൊരു മീഡിയം ഹീറ്റിലിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ കളർ വരുന്നവരെ ഒരു മൂപ്പിച്ചെടുക്കുക. ഇനിയും ഇതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഹാർട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം തീ ലോ ഹീറ്റിൽ തന്നെ ആയിരിക്കണം. കാരണം കുറച്ച് സമയമെടുത്ത് ഇതിൻ്റെ വെള്ളം വറ്റി വന്നാൽ മാത്രമേ ഈ സ്പൈസസ് ശരിക്കും ഈ ചിക്കൻ്റെ ഹാർട്ടിലേക്ക് അബ്സോർബ് ചെയ്യത്തുള്ളൂ. ഈ വെള്ളം മുഴുവൻ പറ്റിയെന്ന് കാണുമ്പോൾ അതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടി, ആദ്യമേ ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ ചെറിയ ഹീറ്റിൽ തന്നെ അങ്ങനെ കിടന്ന് ആ കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചെടുക്കണം, അബ്സോർബ് ചെയ്തെടുക്കണം. ഈ സ്റ്റേജ് ആകുമ്പോൾ ഗരം മസാല ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാനിവിടെ കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം ഈ ചിക്കൻ്റെ ഹാർട്ട് ഫ്രൈക്ക് ആ കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടത്. പിന്നീട് പച്ചമുളകിൻ്റെ, പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. പക്ഷേ ആ കുരുമുളകിൻ്റെ ഫ്ലേവർ മുമ്പോട്ട് നിന്നാലേ ഇതിന് നല്ല രുചി വരത്തുള്ളൂ. പിന്നീട് എടുക്കുന്നതിന് മുമ്പായിട്ടും ചുമ്മാതെ ഒന്ന് 1 ടേബിൾ സ്പൂണും കൂടെ തൂകി കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് മല്ലിയില, അത് ചുമ്മാ ഗാർണിഷ് ചെയ്യാനായിട്ട്, പിന്നെ അതും കൂടി ഒന്ന് കൂട്ടി ഇളക്കുക. ഇപ്പം നമ്മുടെ പെട്ടെന്നുണ്ടാക്കാവുന്ന ചിക്കൻ ഹാർട്ട് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം. സൈനിങ് ഓഫ്, ഷൈന തോമസ്.